ഓ വരണമ്മ. പേഴ്സ് ആ പേഴ്സിനെ ഞാൻ എടുത്ത് മേളിൽ വെച്ചിരിക്കുന്ന പേഴ്സിനാണ് ചോദിക്കണേ. സഞ്ചരിക്കുന്ന മേക്കപ്പ് വണ്ടി അതും വരും. ഇതിനകത്തുണ്ട് അതിനകത്തുണ്ട്. അയ്യോ ഒന്നും എടുത്ത പല്ലിയേക്കണ ബ്രഷൊക്കെ എടുത്തു. ഇതിനാ വിളിച്ചത്. ആ നിങ്ങൾ പോയിട്ട് വാ. ആ ഞാൻ വച്ചേക്കാം ക്ലാസ് വെക്കാം. നിങ്ങൾ പോ കൊണ്ട് വെച്ചിട്ട് വാ. മകന്റെ പേരെന്നാ മോന്റെ പേര്? അപ്പൊ പിന്നെ മരുമോന്റെ പേരെന്നാ? ഓമനക്കുട്ടൻ. ചുമ്മാന്നേ ശുപ്പാണ്ടി എന്ന് വിളിച്ചാൽ മതി. ഞാൻ വിളിക്കരുത്. വേറെ പേരുണ്ട്. ഇവര് പോകുമ്പോഴത്തേക്ക് വിളിക്കണം. രണ്ടുപേരും ഫോട്ടോ കൊടുത്തു വെച്ചാൽ മതി. കൂടുതൽ ഇഷ്ടാരാ? അപ്പൊ നിന്നെ അവന്റെ ഫോട്ടോ കൊടുത്തു വെച്ചാൽ നമ്മളല്ലേ കൂടുതൽ ഇഷ്ടാരാ? നിന്നെ തന്നെ ഇഷ്ടം. അവനെ ഞാൻ തിന്നാൻ കൊടുക്കൂലല്ലോ. തിന്നാൻ ആരും കൊടുക്കണോ? അവനാണ് ഇപ്പൊ പറയും കണക്ക് പറഞ്ഞു. ഭഗവാൻ ഒന്നും മിണ്ടാൻ പറ്റൂല കേട്ടാ. ഓ പിന്നെ എല്ലാരെയും മിണ്ടിച്ച് എല്ലാവരുടെ ഭാഗവും നോക്കാൻ. അപ്പുറത്തൊന്നും കാണിക്കുന്നു. ഓ വിളിക്കുന്നേ വാന്ന് പറയുന്നേ. കേട്ടങ്ങ് മിക്കിയ ചേച്ചിന്ന് ചേച്ചി അവള് വെള്ള അവള് വെള്ള കടിക്കും. അവളും കടിക്കുക കറുപ്പും കടിക്കും. അമ്മ വിളിച്ചോണ്ട് പോ. ഈ വഴിയെ വരെ അവര് പറഞ്ഞ വഴിയെ പോണം. വേറെ വഴിയെ പോകല്ലേ, തട്ടിച്ച് വീഴും. പരിസരം വീടൊക്കെ കാണിച്ചു കൊടുക്കൂ. അതൊരു ഷീറ്റാണെന്ന് ആർക്കും അറിഞ്ഞൂടെ? എന്തൊരു മനുഷ്യ. അമ്മ നിന്നാണമ്മ. ചെരുപ്പിനൊക്കെ എടുത്ത് കൊണ്ട് വെച്ചാ അമ്പടി കള്ളി സണ്ണിക്കുട്ടി. ചൂട് കസേര ഈ കസേര ഭയങ്കര തണുപ്പ് കാറ്റ്. ഞാൻ ഇരുന്നോട്ടാ ഇതില് ഇരിക്കട്ടാ. അവിടെ കൊണ്ട് നടത്തിട്ട് ഇവിടെ ഇങ്ങനെ ക്യാമറ ഇതാ. നിങ്ങൾ എവിടെ ഇരിക്കും? വേണ്ട അങ്ങനെയല്ല, നിങ്ങൾ ഇവിടെ ഇരിക്കണ്ടേ? മുതിർന്നവർ നിൽക്കുമ്പോ ഞാൻ ഇരുന്നാ ഇനി എനിക്ക് വയ്യ പൊങ്കാല ഇടാൻ. ഇരി അവിടെ മുതിർന്നവരിരി. നീ മുറിയെ കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞോട്. ഫാനുണ്ട്, കട്ടിലുണ്ട്, അലമാരയുണ്ട്, പറഞ്ഞോട്. അലമാരയെ കട്ടില് അലമാര ഉണ്ട്. അപ്പുറത്ത് ബാത്റൂം പൈപ്പ് ഉണ്ട്. ഈ തറയിലാണ് കിടക്കണം.
വൈകുന്നേരം ആവാൻ നേരത്ത് പോകാൻ തുടങ്ങും ഇവിടെ തൂത്ത് അങ്ങനെ ഇന്നലെ ഇവിടെ കഴിഞ്ഞു അവിടെ തൂത്ത് അങ്ങ് വലിയ മറ്റും തൂക്കും ഇവിടെ തൂത്ത് മനുഷ്യരാ ഇതിനകത്ത് കിടന്ന ചവറ് കാണണം ആ എന്തോ കോലോരുന്ന് ഒരു ഒറ്റ മനുഷ്യൻ നമ്മൾ മനുഷ്യർ ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റൂന്നുള്ള ഒരു തെളിവാണ് എവിടാ കൊള്ളാം ആത്തിലെ ചേച്ചിക്ക് അറിയാമല്ലോ ഈ ഏരിയയിലുള്ള മുഴുവൻ ആക്രി ഇതിനകത്തുണ്ടായിരുന്നു ഒരു കട്ടിലും മാത്രം ഒരു മേശയും കൂടെ ഉണ്ട്. ആ മേശ ഒരിക്കൽ തട്ടി നേരെ ചെന്നതിൽ വീണ് ഇവിടെ എല്ല് മേശ ഇവിടെ വാരിയില്ല അതായത് പശപശക്കായിട്ട് രാത്രിയെ ഒരു സൗണ്ട് കേട്ടാലും പെട്ടെന്ന് അങ്ങ് ഞെട്ടി എണീറ്റ് ഒരു 11 മണിയാകുമ്പോ 12 മണിയാകുമ്പോഴാണ് മേലെ ഇടുന്നത്. അപ്പൊ ഞാൻ വന്ന് ഇവിടെ ഞാനും അമ്മയും മാത്രമാണ് ഈ ബാത്റൂം ഞാൻ വന്ന് ലൈറ്റ് ഇടുമ്പോഴത്തേക്ക് വിചാരിക്കും നേരം വെളുത്തി എവിടെ വാതിൽ തുറന്നു ചാടി എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ലക്ക് കിട്ടൂല. ഈ മരുന്ന് ഇത്രയും കഴിച്ച് ലക്ക് കിട്ടുന്നത് പെട്ടെന്ന് തല വീഴും. ഇതുപോലെ ഞാൻ വന്ന് ബാത്റൂമിൽ ഒന്ന് ലൈറ്റ് ഇട്ട് ചാടി എഴുന്നേറ്റ് എവിടെ അടുക്കള തുറന്നതാണ് വിചാരിക്കുന്നത്. നേരം വെളുത്തു എഴുന്നേറ്റത് ഇവിടെ ഒരു മേശ കിട്ടും ഇതിന് കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ അതിന്റെ തുമ്പിൽ ഇടിച്ചതാണ് ഇടുകയും പിന്നെ അത് കുറെ ദിവസം മെഡിക്കലിലൊക്കെ കൊണ്ടുപോയി ഇപ്പം മാറിയല്ലേ വീണ കാര്യമാണ് കമ്മലിലൊക്കെ പിടിക്കുന്നു കമ്മലൊക്കെ പഠിക്കും ജ്യോതിരം തീരെയല്ല ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചത് വേണ്ട വ്യാജ എടുത്ത് മാറ്റാൻ പറഞ്ഞ് അങ്ങനെ എടുത്ത് ഞാൻ പിന്നെ വ്യാജ ഇടാതിരിക്കാൻ എന്നാൽ കാലുറക്കി കാലിന് ഇതിനകത്ത് ഒന്ന് അവർക്ക് പേടിയാണ് കാല് ഉറപ്പിച്ച് നടക്കാൻ. അവര് നടക്കുമ്പോ ഇങ്ങനെ നടക്കുള്ളൂ. വിരലിങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ബാലൻസ് കിട്ടും. അത് ശീലിച്ചു പോയി. പിന്നെ ചെരുപ്പിട്ട ഒട്ടും കാലിനകത്ത് ചെരുപ്പ് കയറില്ല. പിന്നെ കരുതി ഒന്ന് പറയായില്ലേ അമ്മ അവരോട് എന്തെങ്കിലും വെള്ളം വല്ലതും കൊടുക്കാതെ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് വെള്ളം വല്ലതും കൊടുക്കണ്ടേ അവർക്ക്? ആ അത് തന്നെ കമന്റ് കേട്ടോ ചേച്ചി ഓർമ്മയില്ലേ നിങ്ങളൊന്ന് വിളിക്കുന്നതിന് ഇവിടെ റെസ്പെക്ട് ആണ് ഭയങ്കര റെസ്പെക്ട് എന്നുള്ള വേർഡാണ്. ആണോ അയ്യോ ഇവിടെ ഭയങ്കര റെസ്പെക്ട് വേർഡാണ്. മക്കളുമാരാണ് അമ്മ അച്ഛൻ നിങ്ങൾ ആണോ വെറുതെ അല്ല ഏട്ടാ അപ്പൊ ആൾക്കാര് നിങ്ങളെന്ന് വിളിക്കുന്നതിന് വഴക്ക് പറയുന്ന അപ്പൊ ഉള്ളത് തന്നല്ലേ? പെങ്ങളെ 2 ചേട്ടന്മാര് നമ്മളോടൊക്കെയാണ് അങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങളെന്താ അങ്ങനെ പറയുന്നത് വളരെ മോശമായ ഒരു ഇവിടെ ഭയങ്കര റെസ്പെക്റ്റീവ് വേർഡാ. അല്ല നല്ല റെസ്പെക്റ്റീവ് വേർഡാണ്. നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കിയത് നിങ്ങൾക്ക് എന്ത് ഫേസ്ബുക്കിലാ ചേച്ചി യൂട്യൂബിലാ എവിടെ പോണാ ഓടിയത് ഓർമ്മയില്ലേ പിടിച്ചു നിർത്തിയത് എവിടെ പോണ മൂന്നാളും കൂടെ എവിടെ പോടാ ഇത് മരുവോള് ഇത് മോയ് നല്ല രസമുണ്ട്. ഞാൻ മുമ്പേ പോവാണ്
കൊച്ചുമോൻ. ആദ്യം ഒന്നും വിചാരിക്കല്ലോ അത് ഇവിടെ നമ്മൾ തന്നെ ഞാൻ കൊച്ചുനാൾ മുതലേ ജനിച്ച കാലം മുതലേ അമ്മയെ അങ്ങനെ വിളിച്ച് ഞാൻ അമ്മയെന്ന് വിളിക്കത്തേയില്ല. ആദ്യത്തെ ശോഭനയുടെ കോലം ഇല്ലേ? ആണോ? അയ്യോ ഇവിടെ നമ്മളെ ഭയങ്കര വീട്ടില് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ എന്റെ പെരുമാറുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങിയാലും അവരെ വിളിക്കുന്നത് വെള്ളം വീട്ടിൽ കൊടുത്തു അത് കഥയില്ല. അമ്മയ്ക്ക് അറിഞ്ഞൂടെ എന്താണെന്നുള്ളത്. എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കതൊരു മോശമായിട്ട് തോന്നിയിട്ടില്ല. പറഞ്ഞപ്പോ മനസ്സിലായി അത് അങ്ങോട്ടുള്ള ഇവിടെ നമ്മളിപ്പോ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ പോയാൽ പോലും നമുക്കിപ്പോ നിങ്ങൾ എന്തേ ചെയ്യാത്ത ഒന്നിലധികം പേരുണ്ടെങ്കിൽ ചോദിക്കും. അതെ, അല്ലാതെ പക്ഷെ അല്ലാതെ ഇപ്പൊ ഞാനിപ്പോ പറയാ നിങ്ങൾ ലക്ഷ്മി ഉമയും കൂടെ നിങ്ങൾ ഇങ്ങോട്ടാണോ വന്നത്, എവിടെ പോയത് ഒന്നിലധികം പേര്. എന്നെ മാത്രം ഈ അവിടുത്തെ ജോലിക്കാരെ വിജയിച്ചായിട്ട് തരുന്നില്ല. നിങ്ങൾ എന്താ കാണിക്കുന്നത്? നിങ്ങളിൽ എത്ര സമയം വെറുതെ വെച്ചില്ല? ഞങ്ങളെ ഇവിടുത്തെ ശമ്പളക്കാരാ, ഞങ്ങൾ ബാർബർമാരുണ്ടെന്ന്. വെറുതെ അല്ല കേട്ടോ ആൾക്കാര്. അതെ നമുക്കറിയാം. വീട് ഹരിപ്പാടാ. അവിടെ ആ ചേട്ടന്മാരും പെങ്ങന്മാരും ഇങ്ങനെ വിളിക്കുന്നത് നമുക്ക് ഭയങ്കര ഒരു ഇതാണെന്നറിയോ? എന്റെ മോൻ ഇതെന്നെ കെട്ടിയാണ്. ഇത് വിജയചേട്ടൻ കേൾക്കേണ്ടതായിരുന്നു. മതി എന്റെ ഹസ്ബൻഡ്. only 3 spoon more. Come on, please. ഇതിന് കുറച്ചും വേണ്ടെന്ന് ഉറപ്പല്ലേ? പോർക്ക് പേടിയാവുന്നല്ലേ കഴിക്കാത്തോണ്ടാണ്. ഫ്രൈ എടുക്കുക. കുഞ്ഞിന് ഫ്രൈ കൊടുത്തില്ലല്ലോ. ഫ്രൈ ആരും എടുത്തില്ലല്ലോ. ഫ്രൈ എടുക്കത്തില്ലേ? ഇല്ലല്ലേ? ചിക്കൻ വേണ്ടേ? ആന്റിക്ക് എടുത്തു കൊടുത്താൽ മതി. ഞാൻ എടുത്തതിന് ഫ്രൈ വേണ്ടേ? പക്ഷെ എടുക്കണം. ഇപ്പോഴും ഇത് ബിരിയാണി കഴിച്ചിട്ട് രാത്രി ആക്കണ്ടെന്ന് കരുതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. പത്തായത്തിൽ പോയിട്ടില്ല അന്ന്. ടൊമാറ്റോ റൈസ് സൂപ്പർ ടേസ്റ്റ്. ഹോട്ടലിൽ കിട്ടുന്നതിന്റെ കാലം ടേസ്റ്റി ആയിരുന്നേ. നല്ല വിജയ വിജയ ഷെഫാണ്, പ്രൊഫഷണലാണ്. ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? ഉച്ച ഫുഡ് നല്ല ടേസ്റ്റ് ആയിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഓക്കെ. ഇപ്പൊ ഊരൂല. ചോറിന്റെ സ്റ്റൈൽ കളറാണ് ചേർത്തേക്കുന്നത്. നല്ല സൂപ്പർ ആയിരുന്നു. മഞ്ഞപ്പൊടി പൈനാപ്പിൾ ഉണ്ട്. വേറെ കെമിക്കൽ ഒന്നുമില്ല. മഞ്ഞപ്പൊടി ഉണ്ട്. നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കുന്ന ഫാക്ടൊന്നുമില്ല. തക്കാളി ഞാൻ ഒന്നുമല്ല. നോർമൽ റൈസ് ചെയ്തിട്ട് അത് മിക്സറിൽ ചേർത്ത് വെജിറ്റബിൾസിലൂടെ മിക്സ് ചെയ്തും ചെയ്തു. ഇല്ല, വേറൊന്നല്ല. നമ്മുടെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നെയ്യില് നന്ദൂസേ ഒരു മിനിറ്റ് നെയ്യില് ക്യാരറ്റ്, സവാള, തക്കാളി നമ്മുടെ റൈസിനനുസരിച്ച് ഇതിന് ഞാൻ 4 തക്കാളി ചേർത്തു. അതിനെ മിക്സിയിൽ പേസ്റ്റ് ആക്കി ക്യാരറ്റ്, സവാള, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, തക്കാളി അടിച്ചത് ഇതെല്ലാം കൂടെ ഇട്ട് പിന്നെ പൈനാപ്പിൾ എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി വരണ്ട് വരുമ്പോൾ ഈ അതിൽ മഞ്ഞപ്പൊടി ചേർക്കണം. മഞ്ഞപ്പൊടിയും റൈസിനും കൂടെയുള്ള ഉപ്പ് ചേർക്കണം. എന്നിട്ട് വേവിച്ച റൈസ് ഭയങ്കരമായിട്ട് വെന്തോ വരും. ഒരു മീഡിയം വേവ് ആവാൻ പാടുള്ളൂ. നമ്മുടെ ചോറ് വെക്കും പോലെ ഊറ്റിയെടുക്കും. അത്രേ ഉള്ളൂ. അതെ. എന്നിട്ട് ഇതും കൂടെ മിക്സ് ചെയ്ത് സിമ്പിൾ. പെട്ടെന്ന് നെയ്യ് ചേർക്കാം. പക്ഷെ നമ്മൾ എല്ലാവരും ഉണ്ടാക്കുന്ന സെയിം തന്നെയാണ്. എന്നാന്നറിയോ, നമ്മുടെ കൈപ്പുണ്യാന്ന് പറയാം. എനിക്ക് ഞാനെന്നൊക്കെ
എല്ലാരും പറയും ചേച്ചി കൈപുണ്യം സെപ്പറേറ്റ് അതാണ് കൈപുണ്യം വേണം. ഒരു ഹോട്ടൽ തുടങ്ങിയാൽ രക്ഷപ്പെടാനുള്ള സർവ്വ രക്ഷണമുണ്ട്. അരിവെപ്പുകാരി ആക്കണില്ല. അരിവെപ്പുകാരി വേണ്ട, ബിസിനസ് മുതലാളിയാകാനോ. സമ്മതിക്കുന്നില്ല. അത് ഇഷ്ടമായ സ്ഥലമുണ്ട്. ഒരു ഫുഡ് ഉണ്ടാക്കുക, ഓൺലൈനിൽ ഓർഡർ പിടിക്കുക, ബിരിയാണി ഉണ്ടാക്കരുത്, പല ബിരിയാണി ഉണ്ടാക്കുക. മിനി സീസൺ ഉണ്ടല്ലോ ദുബായ്, പുള്ളിക്കാരത്തി അരി പ്രൊഫഷണൽ ഷെഫാ. പുള്ളിക്കാരി പിടിക്കും, അങ്ങനെ ആൾക്കാര് ഓർഡർ കൊടുക്കും. ആ വർഷം പുള്ളിക്കാരി ഉണ്ടാക്കി കൊടുക്കും, പൈസ കൊടുക്കും. സമ്മതിക്കുന്നില്ല എത്ര നാളോടെ പറയുന്ന അറിയോ? പിള്ളേർക്ക് പട്ടി കൂട്ടി എല്ലാവരും ചേട്ടൻ പറയുന്നുണ്ട് ഞാൻ ആദ്യം തുടങ്ങി പിന്നെ കാണുന്നു. ആ പന്ത് വലിയ ഇറക്കില്ല. അപ്പൊ നമ്മുടെ ഗസ്റ്റ് പോവാൻ ഇറങ്ങുവാന്ന് തീർന്നില്ല. ചെമ്പരത്തിയുടെ കമ്പല്ലേ ഞാൻ ഒരു പിച്ചാട്ട് കേട്ടോ. ചെമ്പരത്തിയുടെ കമ്പും UK-യിലത്തേക്ക് അങ്ങനെ എന്റെ ചെമ്പരത്തി പോവാണ്. കേരളം ഇന്ത്യയൊക്കെ വിട്ടതാ പോകുന്നത്. അവള് ചോദിക്കുന്നില്ലേ, അവള് ചോദിക്കുന്നില്ലേ കൊച്ചെണീറ്റോന്ന്. ഞാൻ അമ്മച്ചി. അയ്യോ അതെന്താ? അങ്ങനെ എന്റെ ചെമ്പരത്തി ഇനി നിന്നെ UK-യിൽ വെച്ച് കാണാം. നിങ്ങൾ വീഡിയോ എടുത്തിട്ട് എനിക്ക് കളിച്ച് എന്റെ മൊബൈൽ സ്പേസ് ഇല്ലേ? അന്ന് പോയോ? മൊബൈൽ എനിക്ക് ഫോട്ടോ ചെയ്യണം. മൊബൈൽ പോയിട്ടല്ല. അല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അവിടെ സൂ വിഷ്വൽസ് എന്ത് ചെയ്യും? അല്ല എന്റെ ഒരു ആ കേട്ടോ, ഏതാഴ്ച ഇന്ന ഏതാഴ്ച ബുധനാഴ്ച വരണമെന്ന്. വെറും കൈയോടെ വന്നാ മതിയാ അമ്മ? വെറും കൈയോടെ വന്നാ മതിയോ? ഈ സമയത്ത് കേൾക്കണം ആണല്ലേ? വെറും കൈയോടെ വന്നാ മതിയോ? എന്തിനു വാങ്ങാം? രണ്ടിനായിട്ട് എന്റെ പാവാട എവിടെ പോണ? ചൂച്ചെങ്ങോട്ട് വാ. ചൂച്ച ആള് പോ ഇറങ്ങുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഒതുക്കാൻ നടക്കുക. എവിടാ കാര്യം? ഫോട്ടോയൊക്കെ എടുത്തോങ്കിലേ എല്ലാം എടുത്ത് പോയിട്ട് ഞാൻ അങ്ങോട്ട് വരും. ഇതാണ്ട് ആ ചേച്ചി എടുത്ത് കൊടുത്തത്. വരുമല്ലോ. ഏത് ബുധനാഴ്ച? എല്ലാ മാസവും ബുധനാഴ്ച ഉണ്ടല്ലോ. ഫോട്ടോ എടുക്കണ്ടേ? ഇഷ്ടം സ്പെക്സൊക്കെ വെച്ച് സെറ്റായി. ആൾക്കാർ വിചാരിക്കും ഇത് എന്തോരു വന്നവരാണല്ലോ അപകടം. നേരം കൊണ്ട് ചോദിക്കണ കൊച്ചെണീറ്റ കിടപ്പുണ്ട്. അത് ഉറങ്ങട്ട് എടാ മോനെ. എണീറ്റോ? എണീറ്റെന്ന് എണീറ്റ് കേട്ടോ. ഉറങ്ങട്ടെ, പകുതി ഉറക്കത്തില്ല. മക്കളെ അവള് ഉറങ്ങട്ടെ. മക്കളെ അവള് ഉറങ്ങുന്ന പൊന്നിഞ്ഞമാർ. അടച്ചോ ഉറക്കത്തില്ല. നന്ദ എവിടെ? അമ്മേടെ ഫ്രണ്ടിലാണ്. വെയിലില്ല. തളർന്നു കേട്ടാ.
ഓക്കെ അപ്പൊ നമുക്ക് ബീച്ചിൽ വരാം. ബീച്ചിൽ വരുന്നുണ്ടല്ലോ. ഹലോ ഇവിടെ നോക്കിയേ. ഷെയർ ചെയ്ത ചേച്ചി എനിക്കും കൂടി. ഇത് ഇതിനകത്ത് സിമ്മില്ല, ഇന്റർനെറ്റ് എന്റെ മുകളിലേക്ക് ഷെയർ ചെയ്തിട്ട് ഇന്റർനെറ്റ് വരുമ്പോൾ നമ്മളിലുണ്ടോ? അല്ല ഞാൻ പറയണത് ഇതിലെടുത്തില്ലേ ചോദിച്ചു. എന്നാ ശരിയേ. തലേദിവസം വിളിച്ചു പറയാം. വിളിച്ചു പറയാം, തലേദിവസം ഞാൻ വിളിച്ചു പറയാവേ. ബുധനാഴ്ച ആവട്ടെ. ബൈ. അമ്മ മാറിക്കൊടുത്തേ. ശനിയാഴ്ച. ഓക്കെ ബൈ 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 ബൈ. പൊടിയടിക്കും പൊടിയടിക്കുമെന്ന്.